തോളുവേദനയായിട്ടാണ് കുറേയധികം പേഷ്യൻ്റ് നമ്മുടെ ഒ പിയിൽ വരാറുള്ളത്. ഈ തോളുവേദനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് കിട്ടുന്ന ഒരു ജോയിൻ്റാണ് നമ്മുടെ ഷോൾഡർ. നമ്മൾ സാധാരണ പറയും മൊബിലിറ്റി സാക്രിഫൈസ്ഡ് ഫോർ സ്റ്റെബിലിറ്റി എന്ന് പറയും. അതായത് ജോയിൻറ്റ് സ്റ്റേബിൾ ആവാൻ വേണ്ടി അതിൻ്റെ മൊബിലിറ്റി മാക്സിമം വന്ന ഒരു ജോയിൻ്റ് കൂടിയാണ് നമ്മുടെ ഷോൾഡർ. അപ്പോൾ ഈ തോളുവേദനയുടെ കാര്യത്തിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നാൽ തന്നെ അത് രോഗിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. പ്രത്യേകിച്ച് രാത്രി കിടന്നാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരു ഭാഗത്തോട്ട് തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് അവർ വേദന പറയുന്നു, ഉറങ്ങാൻ പറ്റില്ല ഡോക്ടറെ, നേരം വെളുക്കോളം കൈ ഇങ്ങനെ ശരീരത്തോട് ചേർത്ത് വെച്ചാൽ മാത്രമേ ഉറങ്ങാൻ പറ്റുന്നുള്ളൂ, വണ്ടി അധികം ഓട്ടാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ ചെറിയ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് വേദന വരുന്നുണ്ട്, കുറേ സമയം എഴുതി കഴിഞ്ഞാൽ വേദന ഉണ്ട്. ഇനി മറ്റൊരു ഗ്രൂപ്പ് ആളുകൾ നമ്മുടെ ഒ പിയിൽ വരുന്നത്, ഡോക്ടറെ കൈ എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് കൈ മുന്നോട്ട് പൊക്കാൻ പറ്റില്ല, മുകളിലോട്ട്, അതുപോലെ തന്നെ നമ്മൾ സാധാരണ പുറം ഭാഗം ചൊറിയാൻ വേണ്ടിയിട്ട് ഇൻറ്റേർണൽ റൊട്ടേഷൻ എന്ന് പറയും, പുറം ചൊറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നില്ല, അതുപോലെ തന്നെ കൈ മുന്നിലോട്ട് പൊക്കാൻ പറ്റുന്നില്ല, പിന്നെ ഷർട്ട് ഇടാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ ബനിയൻ ഇടാൻ പറ്റുന്നില്ല, ലേഡീസ് ആണെങ്കിൽ അവർക്ക് മാക്സി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ബ്രായുടെ ഹുക്ക് ഇടാൻ പറ്റുന്നില്ല. അതായത് പറഞ്ഞു വരുന്നത് കൈ മുന്നോട്ട് പോകുന്നു, അതുപോലെ തന്നെ ഇൻറ്റേർണൽ റൊട്ടേഷൻ കൈ പുറകിലോട്ട് പോകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ മൂമെൻറ്റ്സിലും പേഷ്യൻസിന് ബുദ്ധിമുട്ട് വരുന്നു. അതേസമയം അവരുടെ ഡെയിലി റുട്ടീൻ എന്നും ചെയ്യുന്ന ജോലികൾ, അടുക്കള ജോലികളോ മുന്നോട്ടുള്ള കൈ മുന്നോട്ട് വെക്കുന്ന എല്ലാ ജോലികളും അവർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതോടൊപ്പം തന്നെ പുറകിലോട്ട് വെക്കുന്ന എല്ലാ കാര്യത്തിലും അവർക്ക് സിവിയർ ആയിട്ടുള്ള പെയിൻ വരുന്നു. പകലൊക്കെ ബുദ്ധിമുട്ടില്ലാതെ ജോലി ചെയ്യുന്ന അവർ പറയുന്നു, ഡോക്ടറെ രാത്രി കിടന്നു കഴിഞ്ഞാൽ പിന്നെ നേരം വെളുക്കുന്നത് വരെ എനിക്ക് വേദനയാണ്, ഡോക്ടറെ കുറേ കണ്ടു പക്ഷേ അത് മാറുന്നില്ല, നമുക്ക് എങ്ങനെയാണ് മരുന്ന് കഴിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാണ് ഡോക്ടർ പേഷ്യൻസ് സാധാരണയായിട്ട് നമ്മുടെ ഒ പിയിൽ വരുന്നത്. ഇതൊക്കെ പല പല കണ്ടീഷൻ്റെ പ്രസൻറ്റേഷനാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തോളുവേദന നമുക്ക് എങ്ങനെ ചികിത്സിക്കാം? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും മൂവ്മെൻറ്റ് കൂടിയ ജോയിൻ്റ് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ തോളുവേദന നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും. ഞാൻ ഡോക്ടർ ഷമീർ തോടേങ്ങൽ, ഡയറക്ടർ ആൻഡ് ചീഫ് ഫിസിഷ്യൻ, ക്രസൻറ്റ് ആയുർവേദ ഓർത്തോപീഡിക്സ് ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി ക്ലിനിക്, മങ്കട, മലപ്പുറം. ഇനി നേരത്തെ പറഞ്ഞ ഈ ലക്ഷണങ്ങൾ, കൈ മുകളിലോട്ട് പൊക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കൈ പിന്നോട്ട് പിടിക്കാൻ പറ്റുന്നില്ല, ഒരു ഭാഗത്ത് ചെരിഞ്ഞ് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വേദന, പിന്നെ ആ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് ആ കൈ ഇപ്പുറത്ത് മാറ്റി വെക്കണം ഡോക്ടറെ എണീക്കുമ്പോൾ, അതുപോലെ തന്നെ ഷർട്ട് ഇടാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് എറിയ അടിക്കുകയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ ഭയങ്കരമായിട്ടുള്ള പെയിനുകൾ വരുന്നുണ്ട്. ഇത്രയും ലക്ഷണങ്ങളോടുകൂടി നമ്മുടെ ഒ പിയിൽ വരുമ്പോൾ ആ കണ്ടീഷനുകളും ആ അവസ്ഥകളും എൻ്റർലി ഡിഫറൻ്റ് ആയിരിക്കും. പേഷ്യൻറ്റിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥകളായതുകൊണ്ട് ഇതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് തോളുവേദനയുടെ കാരണങ്ങൾ നമ്മളെപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഒരു പരിക്കിന് ശേഷം വരുന്ന തോളുവേദനയാണോ, പരിക്കില്ലാതെ വരുന്ന തോളുവേദനയാണോ, ട്രോമാറ്റിക് ഓർ നോൺ ട്രോമാറ്റിക് ഷോൾഡർ പെയിൻ ആണോ എന്നുള്ളതാണ് നമ്മൾ പേഷ്യൻസിനോട് നമ്മൾ ആദ്യമായിട്ട് ചോദിക്കുന്നത്. ഇനി നോൺ ട്രോമാറ്റിക് ആണെങ്കിൽ പതുക്കെ പതുക്കെ തുടങ്ങിയ ഷോൾഡർ പെയിൻ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ രോഗിയുടെ ജോലി നമ്മൾ ചോദിക്കുന്നു. എന്താണ് പേഷ്യൻ്റ് ജോലി, എന്തുകൊണ്ടാണ് വന്നത്? നമുക്കറിയാം സാധാരണ വെയ്റ്റ് ലിഫ്റ്റിങ്ങുള്ള ജോലികളുണ്ടാവും. നമ്മൾ ഭാരമുള്ള സാധനം എടുത്ത് രോഗിയുടെ തലയിൽ വെച്ച് കൊടുക്കുന്നത് നമ്മൾ സാധാരണ വെയ്റ്റ് ലിസ്റ്റേഴ്സ് ഓസ്റ്റിയോലൈസിസ് എന്നൊക്കെ പറയും. ഭാരമുള്ള സാധനങ്ങൾ എടുത്ത് പൊക്കുന്ന ജോലിയുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ഷോൾഡറിൻ്റെ മുകളിൽ കാണുന്ന AC ജോയിൻറ്റിൽ തേയ്മാനം വന്ന് നീരിട്ട് വന്ന് വേദന വരാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ റിപ്പീറ്റഡ് സ്ട്രെയിൻ ആണ്, ആ ഒരു ജോയിൻറ്റിന് വരുന്ന റിപ്പീറ്റഡ് സ്ട്രെയിൻ. ഭാരം എടുത്ത് തലയിൽ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്, ഭാരം എടുത്ത് തോളിൽ വെച്ച് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ കയ്യിൽ ഭാരം തൂക്കി നടക്കുന്ന ആളുകളുണ്ട്. അവർക്ക് സാധാരണ AC ജോയിൻറ്റിൽ പരിക്കുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ കാരണമാണ് ഏറ്റവും കോമൺ ആയിട്ട് ഒരു 20 വയസ്സ് മുതൽ 45 വയസ്സ് വരെ കാണുന്ന ആളുകളിൽ. അവരാണ് വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നത്, ഡോക്ടറെ കൈ പുറകിലോട്ട് പിടിക്കാൻ പറ്റുന്നില്ല, തല തോർത്താൻ പറ്റുന്നില്ല, ഷർട്ട് ഇടാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ ബനിയൻ ഇടാൻ പറ്റുന്നില്ല, ബ്രായുടെ ഹുക്ക് ഇടാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരു 25-20 വയസ്സിന് മുകളിൽ ഒരു 45-50 വയസ്സിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന, അതായത് സാധാരണ കാണുന്ന തോൾവേദനയിൽ 40% സ്ത്രീകളിൽ, അതുപോലെ തന്നെ 25 മുതൽ 30% ആണുങ്ങളിലും കാണുന്ന തോൾവേദനയാണ് നമ്മൾ ഈ പറയുന്ന പെരിയാർത്രൈറ്റിസ് ഷോൾഡർ. അതായത് തോളിൻ്റെ ജോയിൻറ്റിൻ്റെ ഉള്ളിൽ പതുക്കെ നീരുകെട്ട് വരുന്നു, നീരിട്ട് വന്നിട്ട് ജോയിൻറ്റ് ക്യാപ്സൂൾ എന്ന് പറയും, ഒരു പാട പോലെയുള്ളൊരു ഭാഗമുണ്ട്, അതിൽ നീരുകെട്ട് വന്ന ശേഷം ആ ഭാഗം ഒട്ടിപ്പോകുന്നൊരവസ്ഥയുണ്ട്. നമ്മൾ അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് അല്ലെങ്കിൽ പെരിയാർത്രൈറ്റിസ് ഷോൾഡർ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്
നമ്മൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന് കാണുന്ന ചികിത്സ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഇനി അടുത്തൊരു കാരണം എന്ന് പറയുന്നത് പരിക്കുകളാണ്. അതായത് മുമ്പ് തോളിൽ വന്ന പരിക്കുകളോ അതല്ലെങ്കിൽ അടുത്ത കാലത്ത് തോളിന് വന്ന പരിക്കുകളോ നമുക്ക് സിവിയറായിട്ടുള്ള തോള് വേദന ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്താണ് പരിക്ക് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം പുതിയ വന്ന പരിക്കുകളാണെങ്കിൽ അല്ലെങ്കിൽ 2-3 ദിവസങ്ങൾക്കുള്ളിൽ, ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ, ഒരു 3 ആഴ്ചക്കുള്ളിൽ വന്ന പരിക്കുകളാണെങ്കിൽ കൃത്യമായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് റെസ്റ്റ് കൊടുക്കേണ്ട അവസ്ഥയാണെങ്കിൽ കൃത്യമായിട്ട് റെസ്റ്റ് കൊടുത്ത ശേഷം ഫിസിയോതെറാപ്പി, സ്ട്രെങ്തനിങ് എക്സസൈസോട് കൂടിയാണ് നമ്മളത് ചികിത്സിക്കേണ്ടത്. അതേസമയം കുറേ 1-2 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു പരിക്കുകളാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ വീണ്ടും റെസ്റ്റ് കൊടുക്കരുത്. ഡിസ്യൂസ് അട്രോഫി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അധികമായി റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മസിൽ ചുരുങ്ങി അത് തന്നെ വേദന ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ പഴങ്ങിയ ഒരു തോളുവേദനയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ രോഗിക്ക് റെസ്റ്റ് കൊടുക്കാനും പാടില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മളെ പേഷ്യൻ്റ് നമ്മൾ ഒന്ന് പറയും, ഡോക്ടറെ കുറച്ച് സമയം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൽ കുറേ സമയം എഴുതി കഴിഞ്ഞാൽ, അതിൽ കുറേ സമയം കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൽ കുറേ സമയം ബാഡ്മിൻ്റൺ കളിക്കുക അല്ലെങ്കിൽ ഷട്ടിൽ കളിക്കുക, ഓവർ ഹെഡ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ തോളിന് ഭയങ്കര വേദനയാണ്. നമ്മളെ ഈ തോളിന് നല്ല കഴപ്പ് വരും. ചില സമയത്ത് കൈ പൊക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദന വരും. കുറച്ച് ദിവസം റെസ്റ്റ് കൊടുത്താൽ, കളിയൊക്കെ ഒഴിവാക്കി അതുപോലെ തന്നെ ഭാരെടുക്കലും ബുദ്ധിമുട്ടൊക്കെ ഒഴിവായി കഴിഞ്ഞാൽ ആ വേദന പതുക്കെ പോകും. അതാണ് നമ്മൾ സാധാരണ കഴുത്തിൻ്റെ ബുദ്ധിമുട്ട്, സർവൈക്കലായിട്ടുള്ള IBDP പോലുള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാലും അത് തോള് വേദനയായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അതിന് സർവൈക്കൽ ബ്രാക്കിയോ ന്യൂറാൾജിയ എന്ന് പറയും. കഴുത്തിൻ്റെ ഡിസ്ക് അമർച്ച വന്നിട്ട്, പ്രത്യേകിച്ച് കുറേ ഡ്രൈവ് ചെയ്യുന്നു, അതുപോലെ നമ്മൾ കുറേ സമയം കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ കുറേ കൈകൊണ്ടുള്ള ഹെവി ആയിട്ടുള്ള വെട്ടൽ, അതുപോലെ എറിയൽ പോലുള്ള ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ അത് കയ്യിലോട്ടുള്ള വേദന തോളുവേദനയായിട്ട് പേഷ്യൻറ്റിന് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തോളുവേദന വന്ന പേഷ്യൻറ്റിന് കൃത്യമായിട്ട് സർവൈക്കൽ ഇഷ്യൂസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. നമുക്കറിയാം സാധാരണ രീതിയിൽ കഴുത്ത് വേദന വരികയാണെങ്കിൽ അതിൻ്റെ വേദന സാധാരണ കൈമുട്ടിൻ്റെ താഴത്തോട്ട് റേഡിയേറ്റ് ചെയ്ത് പോകാറുണ്ട്. അതേസമയം തോളുവേദനയാണെങ്കിൽ അത് പൊതുവേ കൈമുട്ടിൻ്റെ താഴോട്ട് റേഡിയേറ്റ് ചെയ്ത് പോകാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അടുത്ത സ്റ്റേജിലോട്ട് എന്തുകൊണ്ടാണ്, എത്രത്തോളം ഉണ്ട് എന്നറിയാനാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷനിലോട്ട് പോകുന്നത്. ഇനി ഈ തോളുവേദന നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. നമുക്കറിയാം ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റേ ഉണ്ട്, MRI ഉണ്ട്. നമുക്ക് വാദം പോലെയുള്ള, യൂറിക് ആസിഡ് പോലെയുള്ള, അതുപോലെ തന്നെ നീരട്ട പോലെയുള്ള അവസ്ഥകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ രക്തത്തിൻ്റെ പരിശോധന, ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനിലോട്ട് നമ്മൾ പോകുന്നത്. സാധാരണയായിട്ട് നമ്മൾ തോളുവേദന എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഷോൾഡറിൻ്റെ ഒരു എക്സ്റേ ആണ് എടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധാരണ എല്ലാ തോളവസ്ഥകളിലും വളരെ അപൂർവമായിട്ട് തോളിൽ വരുന്ന തേയ്മാനമുണ്ട്. ഓസ്റ്റിയോആർത്രൈറ്റിസ് ഷോൾഡർ ഏറ്റവും വളരെ റെയറായിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് തോളിന് വരുന്ന തേയ്മാനം. സാധാ കാൽമുട്ടിനോ അല്ലെങ്കിൽ ഇടുപ്പിനോ കാണുന്നത് പോലെ നമുക്ക് തോളിൻ്റെ തേയ്മാനം കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വളരെ അപൂർവമായിട്ടുള്ള അവസ്ഥകളിൽ മാത്രമേ നമുക്ക് തോളിൻ്റെ തേയ്മാനം നമുക്ക് കാണാൻ പറ്റുള്ളൂ. തോളിൻ്റെ തേയ്മാനം കാണാതിരിക്കാനുള്ള കാരണം വളരെ കുറഞ്ഞ അവസ്ഥകളിൽ മാത്രമേ തേയ്മാനത്തിലോട്ട് പോകാറുള്ളൂ. അതേസമയം സാധാരണ തോളിൻ്റെ എക്സ്റേ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ബാക്കിയുള്ള ജന്മനാ വന്ന ബുദ്ധിമുട്ടുകളോ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഗ്രോത്തുകളോ ഇല്ല എന്ന് ഉറപ്പുവരുത്താനാണ് നമ്മൾ ഷോൾഡറിൻ്റെ എക്സ്റേ നമ്മൾ എടുക്കുന്നത്. അടുത്ത സ്റ്റേജിലാണ് നമ്മൾ MRIയിലോട്ട് പോകുന്നത്. നമുക്കറിയാം ഒരു 3 മാസം മുതൽ ഒരു 6 മാസം വരെ നമ്മൾ ചികിത്സിച്ചിട്ടും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ചികിത്സിച്ചിട്ടും പേഷ്യൻറ്റിൻ്റെ വേദന കുറഞ്ഞിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് വേദന എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഒരു ഇൻവെസ്റ്റിഗേഷനാണ് MRI. അപ്പോൾ MRI ഷോൾഡർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പെരിയാർത്രൈറ്റിസ് ഷോൾഡർ പോലെയുള്ള അല്ലെങ്കിൽ ആ പാടക്കോ വള്ളിക്കോ വരുന്ന പരിക്കുകൾ, റൊട്ടേറ്റർ കഫ് ടിയർ പോലെയുള്ള അവസ്ഥകൾ ഉണ്ടോ, അതല്ലെങ്കിൽ തേയ്മാനത്തിലോട്ട് പോകുന്നുണ്ടോ, ആർത്രൈറ്റിസ് പോലെയുള്ള വാദം പോലെയുള്ള അസുഖങ്ങളുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് MRI വഴി പറ്റും. അപ്പോൾ എക്സ്റേ നോക്കുന്നു, ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ നോക്കുന്നു, MRI നോക്കുന്നു, നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ അസുഖം തിരിച്ചറിയുന്നു. അതിനുശേഷമാണ് നമ്മൾ ചികിത്സയിലോട്ട് പോകുന്നത്. നമുക്ക് തോളുവേദന വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചികിത്സിക്കാം? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണോ കാരണം അതിനാണ് നമ്മൾ ചികിത്സ കൊടുക്കാറ്. ഒരു ക്രോണിക്കായിട്ട് വരുന്ന കുറച്ച് പഴങ്ങിയ തോളുവേദനയാണ്, പതുക്കെ തുടങ്ങിയ തോളുവേദനയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ രോഗിയുടെ ഡയഗ്നോസിസിൽ നമുക്ക് കോമൺ ആയിട്ട് കാണുന്നത് പെരിയാർത്രൈറ്റിസ് ഷോൾഡർ എന്ന് പറയും. നേരത്തെ പറഞ്ഞ പോലെ കൈ മുകളിലോട്ട് പൊക്കാനും അതുപോലെ തന്നെ പുറകിലോട്ട് പിന്നോട്ട് മടക്കാനുള്ള ബുദ്ധിമുട്ടുകളായിട്ടായിട്ട് ഒരു കോമൺ ആയിട്ട് വരുന്നത്. കുറേ മരുന്നുകൾ കഴിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു പ്രത്യേകത സാധാരണ 1 വർഷം മുതൽ 1.5 വർഷം വരെ
ഈ അസുഖം നിലനിൽക്കുന്ന അത് സെൽഫ് ലിമിറ്റിംഗ് ആണ്. സാധാരണ അത് താനെ മാറിപ്പോകുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ് ഈ പെരിയാത്രിറ്റിക് ഷോൾഡർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. സോ അങ്ങനെയുള്ള പേഷ്യൻറ്റിന് അത് വീണ്ടും വരുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായി, കൈ അധികം പിന്നോട്ട് മടക്കാൻ പറ്റാതെ, രാത്രി ഉറങ്ങാൻ പറ്റാതെ, അതേസമയം സാധാ എല്ലാ ദിവസവും ചെയ്യുന്ന ജോലികൾ ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഉറങ്ങാനായിരിക്കും ബുദ്ധിമുട്ട്, കൈ പുറകോട്ട് പിടിക്കാനോ കൈ പൊക്കാനോ ബുദ്ധിമുട്ട് വരുന്ന ഒരു രോഗിയാണെങ്കിൽ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പെരിയാത്രിക് ഷോൾഡറിന് കൃത്യമായിട്ടുള്ള ആയുർവേദിക് മെഡിക്കേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ആ കണ്ടീഷൻ നോക്കിയിട്ട് കഷായങ്ങളുണ്ട്, അതുപോലെ തന്നെ ചൂർണ്ണങ്ങളുണ്ട്. നമുക്ക് ലോക്കലായിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സകൾ എല്ലാം ചെയ്യാൻ പറ്റും. പേഷ്യൻറ്റിൻ്റെ അവസ്ഥ നോക്കിയിട്ട് ധാര പോലുള്ള, കിഴി പോലുള്ള, അതുപോലെ തന്നെ പിന്നെ നമുക്കറിയാം ഒരു മസിൽ ടെൻഷൻ അവിടെ ഉണ്ടാവും, മസിൽ സ്ട്രെയിൻ അവിടെ ഉണ്ടാവും, സ്പാസം അവിടെ ഉണ്ടാവും. ചില ആളുകൾക്ക് കുറച്ച് പഴകിയ അസുഖങ്ങളാണെങ്കിൽ മസിൽ വീക്ക്നെസ് ഉണ്ടാവും. സോ ഈ ഒരു അവസ്ഥകൾ തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ടുള്ള തൈലധാര ചെയ്യാം, അതില്ലെങ്കിൽ ധാന്യാമ്ലധാര പോലെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ കിഴി പോലെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. അതൊക്കെ അവസ്ഥ നോക്കിയിട്ട് മാത്രമേ നമുക്ക് ചികിത്സിക്കാവൂ. അതുകൊണ്ടാണ് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരം മാത്രമേ നമുക്ക് ചികിത്സ നിശ്ചയിക്കാവൂ എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെരിയാത്രിക് ഷോൾഡറിലൊക്കെ കൃത്യമായിട്ട് നമ്മൾ മസിൽ ഐഡൻറ്റിഫൈ ചെയ്യണം. ഏത് മസിലിനാണ് ബലക്കുറവ്. ഷോൾഡറിൻ്റെ സമയത്ത് നമുക്കറിയാം സുപ്രാസ്പൈനാറ്റസ് ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഉണ്ട്, ട്രപ്പീസിയസ് ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഉണ്ട്, അതുപോലെ തന്നെ ലിവേറ്റർ സ്കാപ്പുല ഗ്രൂപ്പ് ഉണ്ട്, ക്യാപ്സൂൾ ഉണ്ട്, ജോയിൻറ്റ് ക്യാപ്സൂൾ, ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ജോയിൻറ്റ് ക്യാപ്സൂൾ ഉണ്ട്. സോ ഈ ഒരു മസിലുകളും ഈ സ്ട്രക്ചറുകളും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഏത് മസിലാണോ ടൈറ്റായിരിക്കുന്നത് അതിൻ്റെ റിലീസിങ് ടെക്നിക്സ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ഫിസിയോതെറാപ്പി വെച്ചിട്ട് ആ മസിൽ നമ്മൾ റിലീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ വീക്കായിട്ടുള്ള മസിലുകൾ നമുക്കറിയാം പെക്ടറൽ ഗ്രൂപ്പ് ഓഫ് മസിൽസിന് അതുപോലെയുള്ള മസിൽസൊക്കെ ടൈറ്റ്നെസ് ഉണ്ടാവും. അതുപോലെ തന്നെ വീക്കായിട്ടുള്ള മസിൽ ഗ്രൂപ്പുകളെ നമ്മൾ എന്ത് ചെയ്യും, സ്ട്രെങ്തൻ ചെയ്യും. അപ്പോൾ ഫിസിയോതെറാപ്പി വെച്ചിട്ട് നമുക്ക് പെയിൻ കുറക്കാൻ പറ്റുന്നു, ടൈറ്റായ മസിലെ നമ്മൾ റിലീസ് ചെയ്യുന്നു, വീക്കായ മസിലെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുന്നു. അതേസമയം ഇൻറ്റേർണലി ആയുർവേദ ട്രീറ്റ്മെൻറ്റ് മെഡിസിൻ നമ്മൾ ഉപയോഗിക്കുന്നു, ശരീരത്തിൻ്റെ പുറത്ത് നമ്മൾ ആയുർവേദത്തിൻ്റെ പഞ്ചകർമ്മ പോലെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രെങ്തനിങ് എക്സസൈസ്, തെറാബാൻഡ് എക്സസൈസ് ഉണ്ട്, അതുപോലെ തന്നെ ജിം വർക്കൗട്ടുകളുണ്ട്. അത് തുടർന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഈ തോളുവേദന നമുക്ക് 100% പരിഹരിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ ചില അവസ്ഥകളിൽ നമുക്കറിയാം MRIയിൽ നമ്മൾ ഫുൾ തിക്നെസ് റൊട്ടേറ്റർ കഫ് ടിയർ, തോളിൻ്റെ വള്ളി മുഴുവനായിട്ട് പൊട്ടി എന്ന് പറയുന്ന കണ്ടീഷൻ ഒരു കാരണവശാലും നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ല. അത് സർജറി മാത്രമാണ് ഓപ്ഷൻ. സോ നമുക്ക് കൃത്യമായിട്ട് സർജറി ചെയ്യേണ്ടതും സർജറി ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള അവസ്ഥകളെ നമ്മൾ തിരിച്ചറിയണം. സർജറിക്കുള്ള കണ്ടീഷനാണെങ്കിൽ കൃത്യമായിട്ടത് റെഫർ ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടെ ഡോക്ടർക്കുണ്ട്. അപ്പോൾ സർജറി ചെയ്യേണ്ടാത്ത അവസ്ഥകളിൽ കൃത്യമായിട്ട് ആയുർവേദ ട്രീറ്റ്മെൻറ്റും ഫിസിയോതെറാപ്പിയും അതുപോലെ തന്നെ സ്ട്രെങ്തനിങ്ങും എല്ലാം ചേർത്തിട്ടാണ് നമ്മളിവിടെ പേഷ്യൻറ്റിനെ ചികിത്സിക്കുന്നത്. 100% സർജറി ഇല്ലാത്ത എല്ലാ അവസ്ഥകളിലും 100% നമുക്ക് തോളുവേദന മാറ്റാൻ കഴിയും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറുകൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിലും ആ നമ്പറിൽ നമ്മളെ വിളിക്കാം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.